ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ ഞാൻ വന്നിട്ടുള്ള നല്ല എളുപ്പത്തിൽ നമുക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാ. നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല പഴുത്ത് വന്നിട്ടുള്ള പഴം ഉണ്ടാവുമല്ലോ, നല്ല കറുത്തിട്ട് നമ്മൾ കളയാന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന അതുപോലുള്ള പഴം എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ള അവിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ള അവിൽ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അതായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ അവിലൊക്കെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് പൊരിഞ്ഞ് വരും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവട്ടെ. ഈ അവിൽ ഇതിങ്ങനെ പൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും, നല്ല കറുമുറു പോലെ ഉണ്ടാകും നമ്മൾ കഴിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അവിൽ സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക, അല്ല നിങ്ങൾക്ക് വേണ്ടെന്നാണെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നാലും. ഇനി നമുക്ക് പഞ്ചസാരയും 1 ഏലക്കായിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം മുട്ട ഇട്ട ഉടനെ തന്നെ നമ്മളങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. 1 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക, അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിൽ മുട്ട ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് മുട്ട ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ട് അതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് എന്തെങ്കിലും വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഗീയും കൂടി ഒഴിക്കുമ്പോൾ ഇല്ലേ, ഇത് ഒരുമിച്ച് നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഗീ ഒഴിച്ച് കൊടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാകാൻ ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കും കേട്ടോ. കാരണം നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ അതേ കറക്റ്റ് ടേസ്റ്റിന് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.